കെ മൗലവിയെക്കുറിച്ച് കുഞ്ഞോയി വൈദ്യർ അദ്ദേഹം പറയാണ്, ഒരിക്കൽ കോട്ടുമ്പൽ മദ്രസയിൽ അദ്ദേഹം ക്ലാസ് നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ചില ആളുകൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു. അങ്ങനെ അന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നിസ്കാരത്തെക്കുറിച്ച് വൈകാരികമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് എഴുതിയ ആൾ അദ്ദേഹം പറയാൻ, ആ വാക്ക് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ മൗലവി എന്നത് പറഞ്ഞപ്പോൾ ഹൃദയം കിടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ചിലത് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ വാക്കായിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇതുപോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്ന കാര്യം നമ്മൾ ചെറിയ മദ്രസയിൽ പഠിച്ചതായിരിക്കും, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങും. ഇത് ഇഖ്ലാസിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് സഹോദര, നിനക്ക് ആളെ നന്നാക്കണോ, നീ ഇഖ്ലാസ് ഉള്ളവനായ മതി. നിന്റെ സംസാരം കുറച്ചാണെങ്കിൽ ജനങ്ങൾ നന്നാവും. ഇന്ന് നമ്മൾ എത്ര സംസാരിക്കുന്നു, പക്ഷെ ഫലം എവിടെ? വളരെ കുറച്ചാണ്. നമ്മുടെ ഇഖ്ലാസാണ് ഇതിൻ്റെ പ്രശ്നം. ഇഖ്ലാസ് കുറയുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകും. ആൾ കാണാനും ആൾ കേൾക്കാനും ആൾക്കാർ തിരിച്ചറിയാനും ഇങ്ങനെ പല ലക്ഷ്യങ്ങളോടുകൂടി സംസാരിക്കുമ്പോൾ സംസാരം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയില്ല. അതുപോലെ തന്നെ മൗലവിയെക്കുറിച്ച്, കെ മൗലവിയെക്കുറിച്ച് KP മുഹമ്മദ് മൗലവി പറഞ്ഞ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ദഅവത്തിൽ, പ്രബോധനത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഹിക്മ, യുക്തിഭദ്രമായ രീതി നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ഈ കാലത്ത് ദഅവത്ത് നടത്തുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. KP മുഹമ്മദ് മൗലവി പറയാം, ഒരിക്കൽ അദ്ദേഹം കെ മൗലവി പ്രസംഗിക്കാൻ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് കെ മൗലവി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയാതെ അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മുർഷിദു തുല്ലാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സൈനുദ്ദീൻ മഖ്ദൂമിനെ മുന്നിലിരിക്കുന്ന ആളുകൾക്കറിയാം, അവർ ആദരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ്. സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ശ്രദ്ധിക്കും. ബുഖാരിയും മുസ്ലിമും എന്ന് പറഞ്ഞാൽ ശരിയാണ്, കെ മൗലവിക്ക് ബുഖാരി മുസ്ലിമൊക്കെ അറിയാം എന്ന ആൾക്കാർക്ക് ധാരണ ഉണ്ടാവുമെന്നല്ലാതെ ജനങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. നോക്കൂ നിങ്ങൾ, ഇത് ഈ കാലഘട്ടത്തിലെ ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറുതെ കിതാബിലുള്ളത് പറയുക എന്നതല്ല ദഅവത്ത്. അവനവൻ അറിയുന്നതെല്ലാം പ്രസംഗിക്കുക എന്നതുമല്ല ദഅവത്ത്. മറിച്ച് മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരിഗണിച്ചുകൊണ്ട് അവരുടെ അവസ്ഥയും അവർക്ക് സ്വീകരിക്കാനുള്ള ശേഷിയും എന്താണ് എന്നിട്ട് പഠിപ്പിക്കുന്നതിനാണ് ദഅവത്ത് എന്ന് പറയുക.